പ്രഭാത വാർത്ത വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടും മുമ്പ് മൊഴി കൊടുത്തവർക്ക് പകർപ്പ് നൽകണമെന്നാവശ്യപ്പെട്ട് നടി രഞ്ജിന് നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ഡിവിഷൻ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുക. ഹർജി തീർപ്പാകും വരെ റിപ്പോർട്ട് പുറത്തുവിടാനുള്ള സിംഗിൾ ബെഞ്ച് ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്നാണ് രഞ്ജിനിയുടെ ആവശ്യം. നിലവിൽ സ്റ്റേ ഇല്ലെങ്കിലും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാർ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. ഇന്ന് ഹൈക്കോടതിയുടെ നിലപാട് അറിഞ്ഞ ശേഷം സർക്കാർ തീരുമാനം എടുത്തേക്കും. രഞ്ജിനിയുടെ ഹർജി കോടതി അംഗീകരിച്ചാൽ റിപ്പോർട്ട് വെളിച്ചം കാണുന്നത് വീണ്ടും വൈകും. വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ വായ്പകൾക്ക് ജൂലൈ 30 മുതൽ മൊറട്ടോറിയം അനുവദിക്കും. ഇന്ന് ചേരുന്ന സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതി യോഗത്തിൽ ഇത് സംബന്ധിച്ച പ്രഖ്യാപനമുണ്ടാകും. വായ്പാ ബാധ്യതകളിൽ ഇളവ് നൽകുന്നതും വായ്പകൾ എഴുതിത്തള്ളുന്നതും യോഗത്തിൽ ചർച്ചയാകും. വായ്പ എഴുതിത്തള്ളിയ കേരള ബാങ്കിന്റെ മാതൃക മറ്റ് ബാങ്കുകളും സ്വീകരിക്കണമെന്ന് യോഗത്തിൽ സർക്കാർ ആവശ്യപ്പെടും. ദുരിതബാധിതർക്ക് സർക്കാർ നൽകിയ ധനസഹായം ചില ബാങ്കുകൾ വായ്പയുടെ തിരിച്ചടവായി ഈടാക്കിയിരുന്നു. ഇത് തിരികെ നൽകാൻ ബാങ്കേഴ്സ് സമിതി യോഗം നിർദ്ദേശിക്കും. വായ്പകൾ എഴുതിത്തള്ളണമെന്ന് ചൂരൽമലയിലെ വ്യാപാരികൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്നത്തെ യോഗത്തിൽ RBI പ്രതിനിധികളും ദുരന്തബാധിത മേഖലയിലെ ബാങ്ക് മാനേജർമാരും പങ്കെടുക്കും. മുഖ്യമന്ത്രിയുടെ അടിയന്തര ധനസഹായത്തിൽ നിന്ന് EMI പിടിച്ചതിൽ പ്രതിഷേധിച്ച് യൂത്ത് ലീഗ് ഇന്ന് കൽപ്പറ്റ ഗ്രാമീൺ ബാങ്ക് ശാഖയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തും. ചൂരൽമലയിൽ ഫയർഫോഴ്സിന്റെയും NDRFന്റെയും തെരച്ചിൽ ഇന്നും ഉണ്ടാകും. കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട വിവരങ്ങളിലേക്ക് വന്നാൽ സംസ്ഥാനത്ത് 3 ദിവസം കൂടി ശക്തമായ മഴ തുടരും. മധ്യകേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ആലപ്പുഴ, എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് നൽകി. മലയോര മേഖലയിൽ മഴ കനത്തേക്കും. ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് വിലക്കുണ്ട്. കർണാടക ശിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനായുള്ള തെരച്ചിൽ ഇന്നുമില്ല. ഡ്രഡ്ജർ എത്തിച്ച് പുഴയുടെ അടിത്തട്ടിലെ മണ്ണ് നീക്കം ചെയ്താൽ മാത്രമേ ഇനി തെരച്ചിൽ സാധ്യമാവൂ എന്നാണ് ജില്ലാ ഭരണകൂടത്തിന്റെ നിലപാട്. ഇതേ തുടർന്ന് മാൽപേ സംഘത്തിന് ഇന്നും തെരച്ചിലിന് അനുമതി നൽകിയിട്ടില്ല. മാൽപേ സംഘം ശിരൂരിൽ നിന്ന് മടങ്ങി. തെരച്ചിലിന് അനുമതി നൽകാത്തതിനെതിരെ കടുത്ത പ്രതിഷേധത്തിലാണ് ദുരന്തത്തിൽ കാണാതായ കർണാടക സ്വദേശി ജഗന്നാഥിന്റെ കുടുംബം. നാളെ സത്യാഗ്രഹ സമരം നടത്തുമെന്ന് ജഗന്നാഥിന്റെ മക്കൾ അറിയിച്ചു. കർണാടക ശിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുന്റെ വീട് മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപേ ഇന്ന് സന്ദർശിക്കും. രാവിലെ 11 മണിയോടെയാണ് മാൽപേ കോഴിക്കോട് കണ്ണാടിക്കലിലെ അർജുന്റെ വീട്ടിലെത്തുക. തെരച്ചിൽ സംബന്ധിച്ച നിലവിലെ സാഹചര്യം മാൽപേ കുടുംബത്തെ അറിയിക്കും. കൊൽക്കത്തയിൽ യുവ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവത്തിൽ സ്വമേധയാ എടുത്ത കേസ് സുപ്രീം കോടതി നാളെ പരിഗണിക്കും. നാളെ രാവിലെ 10:30 ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ചാണ് കേസ് പരിഗണിക്കുക. കൊൽക്കത്തയിൽ പ്രതിഷേധം ശക്തമാകുന്ന സാഹചര്യത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, കേന്ദ്ര ആരോഗ്യമന്ത്രി JP നഡ്ഡ എന്നിവരുമായി കൂടിക്കാഴ്ചയ്ക്ക് പശ്ചിമബംഗാൾ ഗവർണർ CV ആനന്ദ ബോസ് സമയം തേടി. കൊലപാതകം നടന്ന RG കർ മെഡിക്കൽ കോളേജിലെ മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിനെ CBI ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ്. കസ്റ്റഡിയിലുള്ള പ്രതി സഞ്ജയ് റോയിയെ നുണപരിശോധനയ്ക്ക് വിധേയനാക്കാൻ CBI ഇന്ന് കോടതിയിൽ അപേക്ഷ നൽകുമെന്നാണ് വിവരം. കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ പ്രതിഷേധം കടുപ്പിക്കാൻ UDF. വടകര SP ഓഫീസിലേക്ക് ഇന്ന് UDF മാർച്ച് സംഘടിപ്പിക്കും. ഗൂഢാലോചന നടത്തിയ പ്രതികളെ പോലീസ് സംരക്ഷിക്കുന്നു എന്നാരോപിച്ചാണ് പ്രതിഷേധം. K മുരളീധരൻ മാർച്ച് ഉദ്ഘാടനം ചെയ്യും. കഴിഞ്ഞ ദിവസം DYFI വടകരയിൽ വിശദീകരണ യോഗം സംഘടിപ്പിച്ചിരുന്നു. യോഗത്തിൽ ആരോപണ വിധേയനായ റിബേഷിന് പൂർണ്ണ പിന്തുണ നൽകിയ DYFI നിലപാട് കൂടി ചൂണ്ടിക്കാട്ടിയാകും UDFന്റെ പ്രതിഷേധം. കോഴിക്കോട് അത്തോളി വേളൂരിൽ പുലിയെ കണ്ടെന്ന സംശയത്തെ തുടർന്ന് ഇന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എത്തി പരിശോധന നടത്തും. വേളൂരിൽ ഹെൽത്ത് സെന്ററിന് സമീപം പുലിയെ കണ്ടു എന്നാണ് നാട്ടുകാർ പറയുന്നത്. അഭിജിത്ത് മുഴക്കുന്ന് വിവരങ്ങളുമായി കോഴിക്കോട്ട് നിന്ന് ചേരുന്നുണ്ട്. അഭിജിത്ത്, നാട്ടുകാർ വലിയ ഭീതിയിലാണ്. എന്താണ് അവർ പറയുന്നത്? വനംവകുപ്പിന്റെ ഇപ്പോഴത്തെ നിഗമനം എന്താണ് അഭിജിത്ത്? TK പുലിയാണ് എന്ന് സ്ഥിരീകരിക്കുന്ന യാതൊന്നും ഈ പ്രദേശത്ത് നിന്ന് കണ്ടെത്തിയിട്ടില്ല. അല്ലെങ്കിൽ ആ രീതിയിൽ പുലിയെ കണ്ടെത്താൻ വനം വകുപ്പിനോ അല്ലെങ്കിൽ ഇന്നലെ പരിശോധന നടത്തിയവർക്കോ കഴിഞ്ഞിട്ടില്ല. ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഈ പ്രദേശത്തുള്ളവർ പുലിയെ കണ്ടു എന്നുള്ള കാര്യം പറയുന്നത്. വീടിന് മുറ്റത്ത് പുലിയെ കണ്ടുവെന്നും പിന്നീട് ഇവർ പുറത്തിറങ്ങി നോക്കിയപ്പോൾ, നാട്ടുകാരും വീട്ടുകാരൊക്കെ പുറത്തിറങ്ങി നോക്കിയപ്പോൾ ഈ പുലി ഓടി രക്ഷപ്പെട്ടു എന്നുള്ളതുമാണ് വീട്ടുകാർ പറയുന്നത്. പക്ഷേ ഇന്നലെ രാത്രി ഏറെ വൈകിയും വലിയൊരു തിരച്ചിൽ അത്തോളി പോലീസും നാട്ടുകാരും പിന്നീട് വനം വകുപ്പ് ഉദ്യോഗസ്ഥരും ചേർന്ന് നടത്തിയിരുന്നു.
ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ആ രീതിയിലൊന്നും കണ്ടെത്താനായി കഴിഞ്ഞിട്ടില്ല. പുലിയുടേതെന്ന് സംശയിക്കുന്ന കാൽപ്പാടുകളോ യാതൊന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ പ്രദേശത്തിന് തൊട്ടപ്പുറം തന്നെ വനമുണ്ട്. ഒരു പക്ഷേ ഇവിടെ നിന്ന് ഈ പുലി ഇവിടേക്ക് ഇറങ്ങിയതാണോ എന്നുള്ളൊരു സംശയം ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഏതായാലും ഇന്നും ഇവിടേക്ക് വനം വകുപ്പ് ഉദ്യോഗസ്ഥരെത്തി ഒരു പരിശോധന നടത്തും. വളരെ വിശദമായി തന്നെ ഒരു പരിശോധന നടത്തുമെന്നുള്ളതാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. നേരത്തെ ഈ പ്രദേശത്ത് പുലിയെ കണ്ടതായി വാർത്തയില്ല, ആ രീതിയിലുള്ള വിവരങ്ങളൊന്നും നിലവിലില്ല. ഏതായാലും ഇന്നും ഈ പ്രദേശത്ത് പുലിയേക്കായുള്ള അല്ലെങ്കിൽ പുലിയെ കണ്ടെത്തുന്നതിനായുള്ള ഒരു തിരച്ചിൽ നടത്തും. ഈ നാട്ടുകാരുടെ ഭീതി അത് പരിഹരിക്കേണ്ടതുണ്ട്. അതിനായുള്ള ഒരു തെരച്ചിലാണ് ഇന്നും ഇവിടെ നടക്കുക. ശരി, അഭിജിത്ത് മുഴക്കുന്നു വിവരങ്ങൾ നൽകുകയായിരുന്നു കോഴിക്കോട്ട് നിന്ന്. സംസ്ഥാനത്ത് പുതിയ ധനകാര്യ വകുപ്പ് സെക്രട്ടറിയെ നിയമിക്കുന്നതിൽ അനിശ്ചിതത്വം. നിലവിലെ സെക്രട്ടറി രവീന്ദ്രകുമാർ അഗർവാൾ ഇന്ന് ചുമതലയൊഴിയും. സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായ സാഹചര്യത്തിൽ ചുമതലയേൽക്കാൻ IAS ഉദ്യോഗസ്ഥർക്ക് വിമുഖതയെന്നാണ് സൂചന. VA ഗിരീഷ് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ഗിരീഷ്, മറ്റ് പേരുകൾ ധനവകുപ്പ് ഈ ഘട്ടത്തിൽ മുന്നോട്ട് വെച്ചിട്ടില്ല എന്നും മനസ്സിലാക്കുന്നു. എന്ത് തരത്തിലുള്ള നടപടി സ്വീകരിക്കാനാണ്, നീക്കങ്ങൾ നടത്താനാണ് ധനവകുപ്പ് ആലോചിക്കുന്നത്? വിവരങ്ങൾ എന്താണ് ഗിരീഷ്? റീജിത്ത്, സംസ്ഥാനത്ത് ഓണക്കാലം അടുത്തു വരുന്നതോടുകൂടി വലിയൊരു സാമ്പത്തിക പ്രതിസന്ധി ഇപ്പോൾ കടന്നു വരികയാണ്. കൂടുതൽ പണം സ്വരൂപിക്കേണ്ടതുണ്ട്. ഏതാണ്ട് 5000 കോടിയോളം രൂപ ഓണക്കാലവുമായി ബന്ധപ്പെട്ട് സ്വരൂപിക്കേണ്ടതുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ധനവകുപ്പിന് ഒരു നാഥനില്ലാത്ത അവസ്ഥ ഉണ്ടാകുന്നത്. കാരണം ധനവകുപ്പ് സെക്രട്ടറിയായ രവീന്ദ്രകുമാർ അഗർവാൾ ഇന്ന് കേന്ദ്ര ഡെപ്യൂട്ടേഷനിലേക്ക് പോകും. അദ്ദേഹം ഇന്ന് ചുമതല ഒഴിയുകയും ചെയ്യും. പകരം പുതിയതായിട്ട് ആർക്കും തന്നെ ചുമതല സർക്കാർ കൊടുത്തിട്ടുമില്ല. സാമ്പത്തിക പ്രതിസന്ധിയിൽ ചുമതല ഏറ്റെടുക്കാൻ IAS ഉദ്യോഗസ്ഥർ വിമുഖത കാട്ടുകയാണ്. കാരണം ഓണക്കാലവുമായി ബന്ധപ്പെട്ട് കാത്തിരിക്കുന്നത് വലിയ വെല്ലുവിളിയാണ് എന്നുള്ളതാണ് IAS ഉദ്യോഗസ്ഥരുടെ നിലപാട്. ഏതായാലും ധനകാര്യ വകുപ്പ് ഈ IAS ഉദ്യോഗസ്ഥരുടെ ഒരു പേരും ഇപ്പോൾ ധനകാര്യ വകുപ്പ് സെക്രട്ടറി ആയിട്ട് മുന്നോട്ട് വെച്ചിട്ടില്ല. പകരം അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് അധിക ചുമതല നൽകാനാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇപ്പോൾ നീക്കം നടത്തുന്നത്. ഭരണപരിഷ്കാര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി പുനീത് കുമാറിനെ ധനവകുപ്പ് സെക്രട്ടറിയായി നിയമിച്ചേക്കും എന്ന ചില ചെറിയ സൂചനകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ KR ജ്യോതിലാൽ, നികുതി വകുപ്പ് സെക്രട്ടറി ഡോക്ടർ A ജയതിലക് എന്നിവരും പരിഗണനയിലുണ്ട്. കാരണം ഓണക്കാലവുമായി ബന്ധപ്പെട്ട് വലിയൊരു തുക സമാഹരിക്കേണ്ടതിനാൽ വളരെ പരിചയസമ്പത്തുള്ള ഉദ്യോഗസ്ഥനെ തന്നെ വെക്കണം എന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. ശരി, VA ഗിരീഷ് വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. UDF നേതൃയോഗം ഇന്ന് കൊച്ചിയിൽ ചേരും. വയനാട് പുനരധിവാസം ഉൾപ്പെടെ ചർച്ച ചെയ്യുന്നതിനാണ് യോഗം. കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിനെതിരെയുള്ള തുടർ പ്രതിഷേധങ്ങളും പ്രധാന അജണ്ടയാണ്. രാവിലെ 10 മണിയോടെ കൊച്ചിയിലെ സ്വകാര്യ ഹോട്ടലിലാണ് യോഗം നടക്കുക. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, KPCC അധ്യക്ഷൻ K സുധാകരൻ, മുസ്ലിം ലീഗ് നേതാക്കളായ PK കുഞ്ഞാലിക്കുട്ടി, PMA സലാം, RSP പ്രതിനിധിയായ NK പ്രേമചന്ദ്രൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ പങ്കെടുക്കും. BJP സംസ്ഥാന നേതൃയോഗം ഇന്ന് കൊച്ചിയിൽ ചേരുന്നുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച കൂടിയാലോചനകളാണ് പ്രധാന അജണ്ട. കീഴ്ഘടകങ്ങൾ ഇതുവരെ നടത്തിയ തയ്യാറെടുപ്പുകൾ യോഗം വിലയിരുത്തും. വയനാട് ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ പാർട്ടി തലത്തിൽ വേണ്ട ഇടപെടലുകളും ചർച്ചയാകും. സംസ്ഥാന മെമ്പർഷിപ്പ് വിതരണ ക്യാമ്പയിൻ സംബന്ധിച്ച ചർച്ചകൾ യോഗത്തിലുണ്ടാകും. ചുമതലയൊഴിഞ്ഞ BJP സംഘടനാ സെക്രട്ടറി K സുഭാഷിന് യാത്രയയപ്പ് നൽകും. പ്രഭാത വാർത്തയിലേക്ക് വീണ്ടും. ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണിൽ പാർക്ക് ചെയ്തിരുന്ന ബസ്സിനുള്ളിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടു. സംഭവത്തിൽ 5 പേർ അറസ്റ്റിലായിട്ടുണ്ട്. R രാധാകൃഷ്ണൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന്. RK, കൊൽക്കത്തയിലെ ആർജിക്കർ ആശുപത്രിയിലെ ഡോക്ടറുടെ കൊലപാതകം, അതിൻ്റെ ഒരു നടുക്കത്തിലാണ് രാജ്യം നിൽക്കുന്നത്. അതിനിടയിൽ ഇങ്ങനെയൊരു വാർത്ത കൂടി പുറത്തു വരുന്നു. എന്താണ് ഇതിൻ്റെ വിശദാംശങ്ങൾ? പോലീസ് നടപടി എങ്ങനെയാണ്? RK. 16 വയസ്സുള്ള പെൺകുട്ടിയാണ് ഡെറാഡൂണിലെ ISBT ബസ് സ്റ്റാൻഡിൽ അവിടെ പാർക്ക് ചെയ്തിരുന്ന ബസ്സിനുള്ളിൽ പീഡിപ്പിക്കപ്പെട്ടു എന്ന് കണ്ടെത്തിയിരിക്കുന്നത്. ഈ ചൈൽഡ് ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ അധികൃതർക്ക് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഈ സംഭവം വ്യക്തമായത്. ഈ ബസ്സിനുള്ളിൽ ഈ കുട്ടി ഉണ്ട് എന്ന് മനസ്സിലാക്കിയതിനെ തുടർന്ന് അതുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണമാണ് ഇത്തരത്തിലുള്ള ഒരു കണ്ടെത്തലിലേക്ക് എത്തിയിരിക്കുന്നത്. 5 പേരാണ് പ്രതികൾ. ബസ്സിലെ ജീവനക്കാരാണ് ഈ പ്രതികൾ എന്നാണ് ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുന്നത്. കുട്ടിയെ ബസ്സിനുള്ളിൽ വെച്ച് തന്നെയാണ് പീഡിപ്പിച്ചത് എന്നാണ് ലഭ്യമാകുന്ന വിവരം. ഈ പീഡന ശേഷം കുട്ടി പുറത്ത് ഉള്ള ഒരു കടയിൽ എത്തുകയും മാനസിക അസ്വാസ്ഥ്യത പ്രകടിപ്പിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ നടത്തിയ അന്വേഷണങ്ങളാണ് വഴിത്തിരിവായി
മാറിയത്. 5 പ്രതികളെയും അറസ്റ്റ് ചെയ്തു എന്ന് ഉത്തരാഖണ്ഡ് പോലീസ് അവകാശപ്പെടുന്നുണ്ട്. എങ്കിലും ഈ വിഷയത്തിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധമാണ് ഉയരുന്നത്. കാരണം ഈ ISBT പോലെയുള്ള ഒരു ബസ് സ്റ്റേഷനുള്ളിൽ ഉള്ള സൗകര്യങ്ങൾ എത്രമാത്രം ശോചനീയമാണ് എന്നത് വ്യക്തമാക്കുന്നതാണ് ഈ സാഹചര്യം എന്നുള്ളതാണ്. അവിടെയുള്ള CCTV സംവിധാനങ്ങൾ അടക്കം പ്രവർത്തനരഹിതമായിരുന്നു എന്നതുൾപ്പെടെയുള്ള വിമർശനങ്ങളും ശക്തമാണ്. ശരി, ആർ രാധാകൃഷ്ണൻ വിവരങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്ന്. മൈസൂരു നഗരവികസന അതോറിറ്റിയുമായി ബന്ധപ്പെട്ട ഭൂമി കുംഭകോണ കേസിൽ വിചാരണ ചെയ്യാൻ അനുമതി നൽകിയ ഗവർണറുടെ നടപടിക്കെതിരെ സിദ്ധരാമയ്യ ഇന്ന് ഹൈക്കോടതിയിൽ ഹർജി നൽകും. ഗവർണറുടെ നടപടി ഭരണഘടനാ വിരുദ്ധം എന്നാണ് വാദം. വിഷയത്തിൽ കോൺഗ്രസ് പ്രഖ്യാപിച്ച സംസ്ഥാന വ്യാപക ക്യാമ്പയിനും ഇന്ന് തുടക്കമാകും. സിദ്ധരാമയ്യയുടെ നേതൃത്വത്തിൽ വ്യാഴാഴ്ച ഭരണകക്ഷി MLA-മാരുടെ യോഗം ചേരും. അതിനിടെ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് BJP ഇന്ന് ജില്ലാ കേന്ദ്രങ്ങളിൽ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കും. ഇന്ന് രക്ഷാബന്ധൻ. രാജ്യം ഇന്ന് രക്ഷാബന്ധൻ വിപുലമായി ആചരിക്കും. സഹോദര ബന്ധത്തിൻ്റെ മഹത്വം വാഴ്ത്തുക എന്നതാണ് രക്ഷാബന്ധൻ്റെ ലക്ഷ്യം. ഉത്തരേന്ത്യയിൽ ഞായറാഴ്ച മുതൽ തന്നെ ആഘോഷത്തിന് തുടക്കമായിട്ടുണ്ട്. ജമ്മുവിൽ വിദ്യാർത്ഥിനികൾ കരസേനാ ഉദ്യോഗസ്ഥർക്ക് രാഖി കെട്ടി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മഥുരയിൽ വൃന്ദാവനത്തിൽ നിന്നുള്ള രാഖി സ്വീകരിക്കും. ജാർഖണ്ഡിലെ 30-അംഗ വിദ്യാർത്ഥി സംഘം പ്രധാനമന്ത്രിക്ക് രാഖി കെട്ടും. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെയും സംഘം സന്ദർശിക്കും. മോദിയുടെ പാക് സഹോദരി എന്നറിയപ്പെടുന്ന ഖമർ ഷെയ്ഖ് സ്വയം തുന്നിയ രാഖിയുമായി പ്രധാനമന്ത്രിയെ കാണും. ചെന്നൈയിൽ അന്തരിച്ച ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഡയറക്ടർ ജനറൽ രാകേഷ് പാലിന്റെ മൃതദേഹം ഡൽഹിയിലേക്ക് കൊണ്ടുപോകുമെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ഹൃദയാഘാതത്തെ തുടർന്ന് ഇന്നലെ വൈകിട്ട് 7 മണിക്ക് ചെന്നൈയിലെ രാജീവ് ഗാന്ധി ആശുപത്രിയിലായിരുന്നു അന്ത്യം. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനും ആശുപത്രിയിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു. UP സ്വദേശിയായ രാകേഷ് പാൽ 1989 തീരദേശ സംരക്ഷണ സേനയിൽ ചേർന്നത്. കൊച്ചിയിൽ INS ദ്രോണാചാര്യയിലെ ഗണ്ണറി സ്കൂളിൽ പഠിച്ച രാകേഷ് പാൽ കോസ്റ്റ് ഗാർഡിലെ പല നിർണായക പദവികളും വഹിച്ചിട്ടുണ്ട്. 2023 ജൂലൈയിലാണ് സേനയുടെ 25ാമത് DG-ആയി ചുമതലയേറ്റത്. കോട്ടയം പട്ടിമറ്റത്ത് കിണർ ഇടിഞ്ഞു താഴ്ന്നു. കറിപ്ലാവ് സ്വദേശി PK തങ്കപ്പന്റെ വീട്ടിലെ കിണറാണ് ഇടിഞ്ഞു താഴ്ന്നത്. വീട്ടുകാർ നോക്കി നിൽക്കെയാണ് അപകടം. വലിയ ശബ്ദത്തോടെയാണ് കിണർ ഇടിഞ്ഞു താഴ്ന്നത്. കിണറ്റിനുള്ളിൽ നിന്നും ശബ്ദം കേട്ട് വീട്ടുകാർ പരിശോധിച്ചിരുന്നു. എന്നാൽ കുറച്ചുനേരം കഴിഞ്ഞപ്പോൾ കിണർ ഇടിഞ്ഞു താഴുകയായിരുന്നു. വീട്ടുടമ തങ്കപ്പൻ ഈ സമയം കിണറിന് സമീപത്തുണ്ടായിരുന്നു. വീട്ടുടമ ഇവിടെ നിന്ന് മാറിയതിന് പിന്നാലെയാണ് അപകടം. രാവിലെ മുറ്റത്തിന് ഉറവാണ്ടില്ല. ഞാൻ ഈ കിണറിനെ വക്കേ ചെന്ന് ഇങ്ങനെ നോക്കുമ്പോൾ വെള്ളം ഇങ്ങനെ ഭയങ്കര ഓളം പെട്ടത് വലിയ ശബ്ദം കേൾക്കാം. വലിയ ശബ്ദം കേൾക്കാം. അപ്പം ഞാൻ ഓർത്ത് ഇതെന്താ ഇങ്ങനെ സംഭവം എന്നോർത്ത് പെട്ടെന്ന് ആ വക്കയിൽ നിന്ന് ഞാനിങ്ങനെ മാറി അകത്ത് കയറി. അവിടെ എല്ലാവരും ഓടി വന്നിട്ട് വീട്ടുകാരെല്ലാം ഓടി. ഇപ്പം ഞാൻ എന്ത് ചെയ്യുന്നുള്ള അറിയാതെ ഭയപ്പെട്ടു പോയി. ഞാൻ ബാത്റൂമിൽ ഒച്ച കേട്ട് ഓടി വന്നതിന് കിണർ മൊത്തം മൊത്തത്തിൽ താഴോട്ട് പോവുകയാണ്. കിണറിന്റെ റിങ് താഴേക്കിടിഞ്ഞ് താഴ്ന്നതാകാമെന്നാണ് പ്രാഥമിക നിഗമനം. കഴിഞ്ഞ 2 ദിവസമായി പ്രദേശത്ത് ശക്തമായ മഴ പെയ്തിരുന്നു. മഴയെ തുടർന്ന് വലിയ തോതിൽ കിണറ്റിലേക്ക് വെള്ളം എത്തുകയും ചെയ്തു. മണ്ണിടിയുന്നത് കിണറിനോട് ചേർന്ന് വീടിനും ഭീഷണിയായിട്ടുണ്ട്. വീട്ടുകാരോട് മാറി താമസിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. 24 കോട്ടയം. കൊച്ചി നഗരത്തിന്റെ തിരക്കുകൾക്കിടയിലും മണ്ണിൽ പൊന്നു വിളയിക്കുന്ന ഒരു കർഷകനെയാണ് ഇനി പരിചയപ്പെടുത്താൻ പോകുന്നത്. KSEB-യിൽ നിന്ന് വിരമിച്ച ശേഷം കൃഷിയിൽ സജീവമായ അശോക് കുമാറിന്റെ പൊന്നുരുന്നിയിലെ കൃഷിയിടത്തിലെ കാഴ്ച കാണാം. സ്ഥലം വൈറ്റിലേക്കടുത്ത് പൊന്നുരുന്നി. കൊച്ചി നഗരത്തിലെ തിരക്കുകളിൽ നിന്നൊഴിഞ്ഞ പൂത്തു തടർത്തു നിൽക്കുകയാണ് അശോക് കുമാറിന്റെ ഫലവൃക്ഷങ്ങൾ. മാവ്, പ്ലാവ്, നെല്ലി, ആപ്പിൾ, ഓറഞ്ച്, ഞാവൽ, നാരകം എന്നിങ്ങനെ നീളുന്നു ആ പട്ടിക. കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ്സാണ് ഈ ഫ്രൂട്ട് പ്ലാന്റിനെ നടക്കുന്നത്. എല്ലാ ആൾക്കാരും നഴ്സറിയിൽ നിന്നൊക്കെ മേടിച്ചുകൊണ്ട് വെക്കും. കായ ഉണ്ടാവില്ല, അങ്ങനെ കുറേ വർഷം അങ്ങനെ നിൽക്കും. അപ്പം അതെന്താണെന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ച് അതിൻ്റെ ഒരു സൊല്യൂഷനായിട്ടാണ് ഞാൻ ഈ പരിപാടി തുടങ്ങിയത്. KSEB-യിൽ സബ് എഞ്ചിനീയറായിരുന്ന അശോക് കുമാർ ജോലിയിൽ നിന്ന് വിരമിച്ച ശേഷമാണ് ഫ്രൂട്ട് നഴ്സറി എന്ന ആശയത്തിലേക്ക് തിരിഞ്ഞത്. പരമ്പരാഗത കൃഷിരീതികളിൽ നിന്ന് മാറി ആഴത്തിലുള്ള പഠനത്തിൽ നിന്ന് സ്വായത്തമാക്കിയ രീതികളാണ് അശോക് കുമാർ പരീക്ഷിക്കുന്നത്. മിക്കവാറും വലിയ പ്ലാന്റ് മേടിച്ചു കൊണ്ടുവന്നിട്ട് എൻ്റെ തന്നെ കമ്പോസ്റ്റ്, എല്ലാ കമ്പോസ്റ്റും ഞാൻ തന്നെ ഉണ്ടാക്കണം. കരിയിലെ കമ്പോസ്റ്റ് ആയാലും ചിക്കൻ്റെ വേസ്റ്റ്, മീനിൻ്റെ വേസ്റ്റ് കമ്പോസ്റ്റ് ഒക്കെ ഞാൻ തന്നെ ഇവിടെ തന്നെ ഉണ്ടാക്കണേ.
അതിട്ടിട്ടാണ് ഇത് ഞാൻ വളർത്തി കായാക്കിയാണ് കൊടുക്കുന്നത്. അശോകൻ ചേട്ടന്റെ സംരംഭത്തെ പറ്റി അറിഞ്ഞ് നിരവധി ആളുകൾ ഇവിടെ എത്തുന്നുണ്ട്. പുതുതായി വീട് നിർമ്മിക്കുന്നവർ, കൃഷിയിൽ താല്പര്യമുള്ള വിദ്യാർത്ഥികൾ, അധ്യാപകർ എന്നിങ്ങനെ. പൊന്നുരുന്നിയിൽ തന്നെ മറ്റ് 2 നഴ്സറികൾ കൂടി അശോക് കുമാറിനുണ്ട്. കൊച്ചി. വാർത്തകളിലേക്ക് വീണ്ടും. ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയുടെ വടകര ബ്രാഞ്ചിലെ സ്വർണ്ണ തട്ടിപ്പ് കേസിന്റെ അന്വേഷണം പ്രത്യേക സംഘം ഇന്ന് ഏറ്റെടുക്കും. ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ജി ബാലചന്ദ്രന്റെ നേതൃത്വത്തിലുള്ള 10 അംഗ സംഘമാണ് കേസ് അന്വേഷിക്കുക. ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർക്കൊപ്പം വടകര CI, SI ഉൾപ്പെടെയുള്ളവരും സംഘത്തിലുണ്ട്. മുൻ മാനേജരും മേട്ടുപ്പാളയം സ്വദേശിയുമായ മഥ ജയകുമാർ 26 കിലോ സ്വർണം മോഷ്ടിച്ചു എന്നാണ് കേസ്. താൻ തട്ടിപ്പ് നടത്തിയിട്ടില്ലെന്നും അവധിയിലാണെന്നും വിശദീകരിച്ച് മഥ ജയകുമാർ കഴിഞ്ഞ ദിവസം വീഡിയോ സന്ദേശം പുറത്തുവിട്ടിരുന്നു. തന്നെ കുടുക്കിയതാണെന്നും തിരിച്ചു വരുമെന്നും വീഡിയോയിൽ പറയുന്നുണ്ട്. ഈ വീഡിയോയെ സംബന്ധിച്ചും സംഘം അന്വേഷണം നടത്തും. സിറോ മലബാർ സഭയുടെ 32ാമത് മെത്രാൻ സിനഡിന്റെ 3ാം സമ്മേളനത്തിന് ഇന്ന് തുടക്കം. കാക്കനാട് സഭാസ്ഥാനത്ത് നടക്കുന്ന സമ്മേളനം മേജർ ആർച്ച് ബിഷപ്പ് മാർ റഫേൽ തട്ടിൽ ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യയിലും വിദേശത്തുമായി സേവനം ചെയ്യുന്നവരും വിരമിച്ചവരുമായ 53 മെത്രാന്മാരാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. കാഞ്ഞിരപ്പള്ളി രൂപതാധ്യക്ഷൻ മാർ ജോസ് പുളിക്കലും സമ്മേളനത്തിൽ പങ്കെടുക്കും. 2025 തായ്വാനിൽ നടക്കുന്ന വേൾഡ് മാസ്റ്റേഴ്സ് മീറ്റിൽ പങ്കെടുക്കാൻ സ്പോൺസറെ തേടുകയാണ് കാസർഗോഡ് പാക്കം സ്വദേശി ചന്ദ്രൻ. തെങ്ങുകയറ്റ തൊഴിലാളിയായി ഇദ്ദേഹം ശ്രീലങ്കയിലെ കൊളംബോയിൽ നടന്ന മാസ്റ്റേഴ്സ് മീറ്റിൽ വെങ്കല മെഡൽ സ്വന്തമാക്കിയിരുന്നു. 5000 മീറ്റർ ഓട്ടത്തിലാണ് ചന്ദ്രൻ രാജ്യത്തിനായി മെഡൽ നേടിയത്. പതിനാറാം വയസ്സിൽ ജീവിത പ്രാരാബ്ധത്തെ തുടർന്നാണ് ചന്ദ്രൻ പഠനം നിർത്തി തെങ്ങുകയറ്റ തൊഴിലാളിയായത്. എന്നാൽ തന്നിലെ കായിക താരത്തെ ഉപേക്ഷിക്കാൻ മനസ്സ് വന്നില്ല. രാവിലെ ജോലിക്കിറങ്ങും. ജോലി കഴിഞ്ഞെത്തിയാൽ ബീച്ചിൽ പരിശീലനത്തിനിറങ്ങും. പതിയെ മത്സരങ്ങളിൽ പങ്കെടുത്തു തുടങ്ങി. ഒടുവിൽ കഷ്ടപ്പാടിൻ്റെ പ്രതിഫലവും ലഭിച്ചു. മാസ്റ്റേഴ്സ് മീറ്റിൽ മെഡൽ നേടി രാജ്യത്തിൻ്റെ അഭിമാനമായി. എനിക്ക് ഇനിയൊരു ലക്ഷ്യമുണ്ട്. വേൾഡ് മാസ്റ്റേഴ്സ് മീറ്റ് തായ്വാനിൽ വെച്ച് നടക്കുന്നുണ്ട് അടുത്ത വർഷം. അതിൽ പോകാൻ എനിക്ക് 1.5 ലക്ഷത്തോളം രൂപയാവും. അപ്പോൾ സാമ്പത്തിക ഒരു പ്രശ്നം തന്നെയാണ്. പിന്നെ അതിന് പോകാൻ ആരെങ്കിലും സഹായിച്ചാൽ എനിക്കൊരു വലിയ ഉപകാരമായിരുന്നു. നാട്ടുകാരും സുഹൃത്തുക്കളും ചേർന്നാണ് മത്സരത്തിൽ പങ്കെടുക്കാനുള്ള പണം നൽകിയത്. അവരുടെ പ്രതീക്ഷകൾ ചന്ദ്രൻ തെറ്റിച്ചില്ല. വെങ്കല മെഡൽ ചന്ദ്രൻ കഴുത്തിലണിഞ്ഞപ്പോൾ ഒരു നാടിൻ്റെയാകെ പ്രതീക്ഷകളാണ് പൂവണിഞ്ഞത്. അടുത്ത വർഷം തായ്വാനിൽ നടക്കുന്ന ടൂർണമെൻ്റാണ് അടുത്ത ലക്ഷ്യം. അതിനുള്ള ചെലവ് എങ്ങനെ കണ്ടെത്തുമെന്നറിയില്ല. അതിനായി ഒരു സ്പോൺസറെ കണ്ടെത്താനുള്ള ഓട്ടത്തിലാണ് ചന്ദ്രൻ. 24 കാസർഗോഡ്. 6 വയസ്സിനിടെ 100ഓളം കളിപ്പാട്ടങ്ങൾ സ്വന്തമായി നിർമ്മിച്ച കൊച്ചുമിടുക്കനെ പരിചയപ്പെടാം. കാഞ്ഞങ്ങാട് കോട്ടപ്പാറയിലെ ശബരി സുബ്രഹ്മണ്യനാണ് ആർട്ടിഫിഷ്യൽ ക്ലേയിൽ രൂപങ്ങളും കളിപ്പാട്ടങ്ങളും നിർമ്മിച്ച് താരമാകുന്നത്. മൂന്നാം വയസ്സിൽ അമ്മയ്ക്കൊപ്പം അടുക്കളയിലിരുന്ന ശബരി ആദ്യമായി കളിപ്പാട്ടമുണ്ടാക്കി. അതും ചപ്പാത്തി മാവിൽ. ഇത് ശ്രദ്ധയിൽപ്പെട്ടതോടെ മാതാപിതാക്കൾ കുഞ്ഞിന്റെ കഴിവ് പരിപോഷിപ്പിക്കാൻ തീരുമാനിച്ചു. അച്ഛൻ സുബ്രഹ്മണ്യനും അമ്മ സൗമ്യയും ആർട്ടിഫിഷ്യൽ ക്ലേ വാങ്ങി ശബരിക്ക് നൽകി. പിന്നീട് ഈ കുഞ്ഞു കൈകളിലൂടെ രൂപമെടുത്തത് 100ലേറെ ശില്പങ്ങൾ. ആദ്യമല്ല യൂട്യൂബിൽ, പിന്നെ മൈസൂർ പോലുണ്ട്. അവിടുത്തെ ഓരോരോ മൃഗങ്ങളെ കാണുന്നുണ്ട്. ആ മൃഗങ്ങളെല്ലാം അയ്യപ്പൻ, ആന, കരിഞ്ചമുണ്ടി, വിഷ്ണുമൂർത്തി, ശിവൻ, പാർവതി, ഗുളികന്, പൊട്ടൻ തെയ്യം. ഏറ്റവും ഇഷ്ടപ്പെട്ട തെയ്യം ഗുളികൻ. അതെന്താ ഇഷ്ടപ്പെടാൻ കാരണം? എല്ലാവരും ഓടിപ്പിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ആന, പുലി തുടങ്ങിയവയുടെ രൂപങ്ങളാണ് നിർമ്മിച്ചതെങ്കിൽ പിന്നീട് ദൈവങ്ങളുടെയും തെയ്യങ്ങളുടെയും രൂപങ്ങൾ നിർമ്മിച്ചു. 3 വയസ്സ് മുതലേ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ചപ്പാത്തി ആക്കുമ്പോൾ അങ്ങനെ അതാണ് ആദ്യം തുടക്കം ഇതായത്. പിന്നെ മറ്റേ മക്കളെല്ലാം പറഞ്ഞു അച്ഛന് ക്ലേ മേടിച്ചു കൊടുത്തു. അപ്പോൾ എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ അങ്ങനെ ക്ലേ മേടിച്ചു കൊടുത്ത് പിന്നെ ഓരോരോ രൂപങ്ങളെല്ലാം ഉണ്ടാക്കി തുടങ്ങി. ചിത്രങ്ങൾ നോക്കിയാണ് ആദ്യമൊക്കെ ശില്പങ്ങൾ നിർമ്മിച്ചതെങ്കിൽ
തുടർന്നങ്ങോട്ട് തനിക്ക് ചുറ്റും നടക്കുന്നതും കാണുന്നതുമെല്ലാം ഓർത്തെടുത്തായി ശില്പനിർമ്മാണം. കായിക താരങ്ങളെയും ആനിമേഷൻ വെബ് സീരീസിലെ കഥാപാത്രങ്ങളെയും നിർമ്മിച്ചത് ഇങ്ങനെയാണ്. 24 കാസർഗോഡ്. ഓർമ്മശക്തി കൊണ്ട് അത്ഭുതപ്പെടുത്തുന്ന ഒരു പെൺകുട്ടിയെ പരിചയപ്പെടാമിനി. കോട്ടയം ഇളങ്കുളം സ്വദേശി ദീപു ശില്പ ദമ്പതികളുടെ മകളായ ദിവാൻഷിയാണ് ആ കൊച്ചുമിടുക്കി. 2.3 മിനിറ്റ് കൊണ്ട് 200-ലധികം രാജ്യതലസ്ഥാനങ്ങളുടെ പേരുകൾ ഈ 5 വയസ്സുകാരി പറയും. പ്രധാനമന്ത്രിമാരുടെയും പ്രസിഡന്റുമാരുടെയും പേരും ദേവാൻഷിക്ക് കാണാപ്പാഠമാണ്. ഒന്നും രണ്ടുമല്ല 200-ലധികം രാജ്യ തലസ്ഥാനങ്ങളുടെ പേരുകളാണ് ദേവാൻഷി എന്ന ഈ 1-ാം ക്ലാസ്സുകാരിയുടെ ഓർമ്മശക്തിയിലുള്ളത്. ഏതുറക്കത്തിൽ വിളിച്ചു ചോദിച്ചാലും എല്ലാത്തിനും മണിമണി പോലെ ഉത്തരം പറയും. 2.38 മിനിറ്റ് കൊണ്ട് 203 രാജ്യ തലസ്ഥാനങ്ങളുടെ പേരുകൾ ദേവാൻഷി പറഞ്ഞിട്ടുണ്ട്. ആസാം ദേശം, ബീഹാർ, പഞ്ചാബ്, ഛത്തീസ്ഗഡ്, ഗോവ, പനാജി, ഗുജറാത്ത്, ഹരിയാന, ചണ്ഡീഗഡ്, ഹിമാലയ. ഇളങ്കുളം സ്വദേശിയായ ദീപുവിന്റെയും ശില്പയുടെയും 3ാമത്തെ മകളാണ് ദേവാൻഷി. ചേച്ചിമാരെ പഠിപ്പിക്കുന്നത് ശ്രദ്ധയോടെ കേട്ടിരുന്ന ദേവാൻഷിയുടെ കഴിവ് അമ്മ തന്നെയാണ് തിരിച്ചറിഞ്ഞത്. മൂത്ത മോളെ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ 2.5 വയസ്സേ ഉള്ളായിരുന്നേ. ആ സമയത്ത് നമ്മൾ ഇപ്പം സ്റ്റേറ്റും ക്യാപിറ്റലും ഒക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കിനും അവളത് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്തത് മൂത്ത മോളെക്കാളിലും കുഞ്ഞായിരുന്നു. ഏറ്റവും കട്ടിയുള്ള സ്റ്റേറ്റും ക്യാപിറ്റലും പറയുമ്പോഴാണ് അവൾ പെട്ടെന്ന് അത് ഗ്രാസ്പ് ചെയ്യുന്നത്. സിമ്പിളായിട്ടുള്ളത് പാടായിരിക്കും, മറന്നുപോകും. പക്ഷേ ഇച്ചിരി കട്ടിയുള്ള വാക്കുകൾ, നമുക്ക് വായിക്കാൻ പോലും പാടുള്ള വാക്കുകളാണ് അവൾ പെട്ടെന്ന് ക്യാച്ച് ചെയ്തുകൊണ്ട്. റെക്കോർഡുകളടക്കം ഇതിനോടകം നിരവധി പുരസ്കാരങ്ങളും ഈ കൊച്ചുമിടുക്കിയെ തേടിയെത്തിയിട്ടുണ്ട്. ഇപ്പം 3 വേൾഡ് റെക്കോർഡ് കിട്ടി. പിന്നെ ഇവിടെ പഞ്ചായത്തിൻ്റെ, പിന്നെ അതേപോലെ തന്നെ സ്കൂളിൽ നിന്നും, പിന്നെ ഈ ക്ലബ്ബുകളിൽ നിന്നും, ഇപ്പോൾ ഒരു ക്ലബ്ബിൽ നിന്ന് ഉദ്ഘാടനത്തിനൊക്കെ വേണ്ടി ക്ഷണിച്ചിട്ടുണ്ട്. അങ്ങനെ നിൽക്കുക. ഇപ്പോൾ കുട്ടിത്താരമായിരിക്കുക. രാജ്യ തലസ്ഥാനങ്ങളുടെ പേരുകൾ മാത്രമല്ല, പ്രധാനമന്ത്രിമാരുടെയും പ്രസിഡന്റുമാരുടെയും പേരുകളും കാണാപ്പാഠമാണ്. ഡോക്ടർ സക്യൂസെ, പ്രഗ്രി വെങ്കട്ടേരി, സക്കുരി അല്ലൂർ, നീല സംഗോടി, രാധി, രാമട്ടമ്മ, ശങ്കരമ്മ, കേന്ദ്രയുടെ ഇളങ്കുളം സെന്റ് മേരീസ് LP സ്കൂളിലെ വിദ്യാർത്ഥിനിയാണ് ദേവാൻഷി. സ്കൂളിൽ നിന്നും നാട്ടുകാരിൽ നിന്നും വലിയ പിന്തുണയും ലഭിക്കുന്നുണ്ട്. താരമായതോടെ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഈ കൊച്ചുമിടുക്കി. കോട്ടയം. ഈ റിപ്പോർട്ടോടെ പ്രഭാത വാർത്തയുടെ സമയം പൂർത്തിയാവുകയാണ്.